മൂന്നാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ 2024 ചോദ്യോത്തരങ്ങൾ നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത് യാ വലതു ഡാഷ് സ്വാദിഖുൻ, അന്തി അന്ത, ഇത് രണ്ടും ഉണ്ട്. ഇതിലേതാണ് ശരി? ശരിക്ക് ശരിയിട്ട് കൊടുക്കാനാണ്. ഞാൻ അതിൻ്റെ ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവസാനം താ ഉണ്ടെങ്കിൽ ഹാത്താ ഇതുപോലത്തെ താ ഉണ്ടെങ്കിൽ അന്തിയാണ് കൊടുക്കേണ്ടത്, ഇല്ലെങ്കിൽ അന്തയാണ് കൊടുക്കേണ്ടത്. ഇവിടെ അവസാനം താ ഇല്ല, അപ്പം അന്തയാണ് കൊടുക്കേണ്ടത്. ഇതാണ് ശരി. യാ ഉമ്മീ ഡാഷ് ആലിമത്തുൻ, ഇവിടെ താ ഉണ്ട്, അപ്പം ഏതാ കൊടുക്കേണ്ടത്? അന്തി. മനസ്സിലായോ? അടുത്ത യാ മുസ്ലിമാത്തു അഖവാത്തുൻ, അന്തും അന്തുന്ന. ഇതിന് ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിലോ അവസാനം അലിഫും താ ഉണ്ടോ നോക്കുക. ഇവിടെ ഉണ്ട് അലിഫും താവും, ഇവിടെയും അവസാനം അലിഫും താ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അന്തുന്ന, അവസാനം അലിഫുൻ താവുണ്ടെങ്കിൽ അന്തുന്ന. അപ്പം യാ മുസ്ലിമാത്തു അന്തുന്ന അഖവാത്തുൻ, ഇതാണ് ശരിയായ ഉത്തരം. അടുത്തത് യാ ഡാഷ് അന്തുന്ന ജാലിസാത്തുൻ. അപ്പം ഇവിടെ അന്തുന്ന കൊടുത്തിട്ടുണ്ട്. ഇനി ബനാത്തു ആണോ ഔലാദു ആണോ ചേർക്കേണ്ടതെന്നാണ്. അവസാനം അലിഫുൻ താ ഉണ്ടല്ലോ ഇവിടെ, ഇല്ലേ? അല്ലെ, ഇവിടെ അവസാനം അലിഫുൻ താവുണ്ട്. അപ്പോൾ ഇവിടെ അവസാനം അലിഫുൻ താവുള്ളത് ഇതിലാണോ ഇതിലാണ്. അപ്പം ഇതാണ് കൊടുക്കേണ്ടത്. യാ ബനാത്തു അന്തുന്ന ജാലിസാത്തുൻ. ഓക്കെ. അടുത്തത് യാ ഡാഷ് ഹൽ അന്ത ദാഹിബുൻ. ഇവിടെ ഹൽ അന്ത ദാഹിബുൻ, ഇവിടെ അവസാനം താ ഉള്ളതുണ്ടോ? ഇല്ല. ഇത് ഈ താ അല്ല കൂട്ടട്ടോ. ഇങ്ങനത്തെ താ ഉണ്ട് ഇവിടെ? ഇല്ല. രണ്ടിലും താ ഇല്ല. അപ്പോൾ ഇവിടെ അർത്ഥം നോക്കണം. വലത് പറഞ്ഞ ആൺകുട്ടിയാണ്, ബിന്ത് പറഞ്ഞ പെൺകുട്ടിയാണ്. ഇവിടെ അന്ത എന്ന് പറഞ്ഞ ആൺകുട്ടിക്കാ പറയാം. അപ്പോൾ വലത്, യാ വലതു ഹൽ അന്ത ദാഹിബുൻ. അടുത്ത യാ റിജാലു സ്വാദിഖൂന. ഇവിടെ ഒരു ട്രിക്ക് ഉണ്ട്. എന്താണ്? അവസാനം വാവും നൂനുണ്ടോ നോക്കുക. ഇവിടെ അവസാനം വാവും നൂനുണ്ടോ? ഉണ്ട്. ഇത് അവസാനം വാവും നൂനുണ്ട് എങ്കിൽ അന്തും. അവസാനം വാവും നൂനുണ്ടെങ്കിൽ അന്തും. ഈ ട്രിക്ക് ഞാൻ റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാവരും മനസ്സിലാക്കുക. ഇനി നൂസിൽ ബിൽ മുനാസിബ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പൂരിപ്പിക്കാനാണ്. എന്താ? നബിയുന, അൽ ഹിന്ദു വതനുന, ഉമ്മുനാ റാഹിമത്തുൻ, അൽ ഇസ്ലാമു ദീനുനാ, അശ്ശൈത്വാനു അദുവ്വുനാ, അൽ കഅബത്തു ഖിബ്ലത്തുനാ. ഇതിങ്ങനെ പൂരിപ്പിക്കാൻ കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ പാഠം നല്ലോണം വായിക്കണം, ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, നമ്മുടെ രാജ്യമാണ്. വത്തനുന, ഉമ്മുന, ഉമ്മ, നമ്മുടെ ഉമ്മ റഹ്മത്ത് ചൊരിയുന്നവരാണ്. ശൈത്താൻ നമ്മുടെ ശത്രുവാണ്. അതുപോലെ അങ്ങനെ അർത്ഥം മനസ്സിലാക്കി പഠിക്കണം, അല്ലെങ്കിൽ അത് അതുപോലെ കാണാതെ പഠിക്കണം. അടുത്ത് നുതിമ്മു മിൻകാനർജു റഹ്മതൻ, ബാക്കി പൂരിപ്പിക്കാനാണ്. അന്ത. അപ്പം ഈ പാട്ട് ഞാൻ കാണാതെ പഠിക്കാൻ പറഞ്ഞിരുന്നു എല്ലാവരോടും, അല്ലേ? അന്ത ഖൈറുർ റാഹിമീൻ. അപ്പം ഇതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അന്ത ഖൈറുർ റാഹിമീൻ. ഇസ്തജിബ് ദുആഅനാ ലാ തറുദ്ദൻ ഖായിബീൻ. ഖായിബീൻ എങ്ങനെ സ്പെല്ലിംഗ് നോക്കുക? ഖായിബീൻ. അടുത്ത ചോദ്യം അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ. ഇതെവിടെ ഉള്ളത്? അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ. കണ്ടോ? ഇതാണ് ദുനൂബന. അടുത്ത ചോദ്യം യാ അസാതിദത്തു ശുക്രൻ ലക്കും. അടുത്തത് ഐനൽ കിതാബു അൽ കിതാബു ഫിൽ ഹഖീബത്തി. അപ്പോൾ ഇതുപോലെ ചോദ്യം എഴുതാനാണ് ഇവിടെ. ഉത്തരം ഇവിടെ തന്നിട്ടുണ്ട്. അൽ ഖാതമു ഫിൽ ഖിൻസരി. അപ്പം എന്താ ചോദ്യം? ഐനൽ ഖാതമു. അടുത്തത് അബി ഫിൽ മസ്റഇ. ഐന അബൂക്ക. ഐന അബി എന്ന് എഴുതരുത് കേട്ടോ. ചില കുട്ടികൾ അങ്ങനെ എഴുതാറുണ്ട്. ഐന അബീൻ. ഐന അബീൻ അല്ല, ഐന അബൂക്ക. അടുത്തത് നഅം ഫിൽ ബിഇരി മാഉൻ കസീറുൻ. അപ്പം എന്താ ചോദിക്കേണ്ടത്? ഹൽ ഫിൽ ബിഇരി മാഉൻ. മാഉൻ കസീറും പറ്റൂല, ഹൽ. ഇവിടെ നഅം ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക? ഹല്ല് കൊടുക്കുക. എന്നിട്ട് ഫിൽ ബിഇരി മാഉൻ അതുപോലെ എഴുതുക, കസീർ ഒഴിവാക്കുക. പിന്നെ സൈൻ അൽഹംദുലില്ലാ കൈഫ ഹാലുക്കും. അടുത്തത് നുതർജിമു. ഇത് പരിഭാഷപ്പെടുത്താനാണ്, ഇത് അർത്ഥം എഴുതാനാണ്. എന്താ? ഫിസ്സമായി ഹിലാലുൻ. ആകാശത്തിൽ ചന്ദ്രക്കലയുണ്ട്. അലസരീരി ഫിറാഷുൻ. കട്ടിലിൽ വിരിപ്പുണ്ട്. അടുത്ത നുഅരിബു അറബിയാക്കാനാണ്. ഉമ്മ വീട്ടിലാണ്. അൽ ഉമ്മു ഫിൽ ബൈത്തി. നിന്റെ ഉമ്മയുടെ പേരെന്താണ്? മസ്മു ഉമ്മിക്ക.
എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പുതിയ മൊബൈൽ ഫോണുണ്ട്. ഇന്ദ അബീ ജവ്വാലുൻ ജദീദുൻ. ഇതാണ് 2024 ചോദ്യം.